ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു പൊരിച്ച കോഴി വെച്ചിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. 1/2 കിലോ റൈസ് വെച്ചാണ് ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കുന്നത്. അതിന് ഏകദേശം 1/2 കിലോയോളം തന്നെ ചിക്കനും എടുക്കുന്നുണ്ട്. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യുന്നതിനായി ഒരു മസാല തയ്യാറാക്കാം. മുളക് പൊടി, ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒപ്പം 2 സ്പൂൺ തൈരും. ഇവ നന്നായിട്ട് ചിക്കനിലേക്ക് തേച്ച് പരുവമാക്കുക. അരമണിക്കൂറോളം മാറ്റി വയ്ക്കാം. ഇവിടെ സബോള മൊത്തത്തിൽ 1 കിലോയോളം എടുത്തിട്ടുണ്ട്. നല്ല ഗ്രേവി വേണമെന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ഒനിയൻ ഞാൻ എടുക്കുന്നത്. ഇതിൽ നിന്നും ബിരിയാണിക്ക് വേണ്ടി കുറച്ച് മാറ്റി വയ്ക്കാം. ഇത് വറുത്തെടുക്കാനായിട്ടാണ്. സബോള മാക്സിമം കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ വറുത്ത് കോരാനും വഴറ്റിയെടുക്കാനും എളുപ്പമാകുകയുള്ളൂ. അരമണിക്കൂറിന് ശേഷം ചൂടായ പാനിലേക്ക് നല്ല വെളിച്ചെണ്ണയിൽ ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ചിക്കൻ നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞു വരട്ടെ. ഒരു സൈഡ് പാകത്തിനായ ശേഷം മാത്രം ചിക്കൻ പീസുകൾ മറിച്ചിടാൻ നോക്കുക. ചിക്കൻ പൊടിഞ്ഞു പോകാതെ നോക്കണം. ഇനിയും ചിക്കൻ വറുത്തു മാറ്റിയ അതേ പാനിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കശുവണ്ടി മുന്തിരി വറുത്തെടുക്കണം. ആദ്യം കശുവണ്ടി ഇട്ട് അതൊരു പരുവമാകുമ്പോൾ മുന്തിരിയും കൂടെ ചേർത്ത് വറുത്തു മാറ്റാം. ബിരിയാണിക്ക് വേണ്ടി മാറ്റി വെച്ച സബോളയാണ് ഇനിയും വറുത്തെടുക്കേണ്ടത്. നെയ്യിൽ തന്നെ സബോളയും വറുത്ത് മാറ്റി വെക്കുക. സബോളയും വറുത്ത് മാറ്റിയ ശേഷം ബാക്കി ചിക്കൻ കറിക്ക് വേണ്ടി വെച്ച സബോള നമുക്ക് വഴറ്റിയെടുക്കാം. അതിനായി സബോളയിലേക്ക് ഉപ്പ്, കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതേ സമയം തന്നെ മറ്റൊരു പാനിൽ ഞാൻ ഗ്രേവിക്ക് വേണ്ടിയുള്ള പൊടികൾ ചൂടാക്കുന്നുണ്ട്. മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത്രയുമാണ് ഇവിടെ വേണ്ടത്. ഇത് സെപ്പറേറ്റ് ചൂടാക്കുന്നത് കൊണ്ട് ഗ്രേവി നല്ല ഡാർക്ക് കളറിൽ തന്നെ കിട്ടും. മൂപ്പിച്ച പൊടി, ഒരു തക്കാളി അരിഞ്ഞത്, ഒപ്പം മല്ലിയില ഉണ്ടെങ്കിൽ പുതിനയിലയും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തേ. സബോള പാകത്തിന് വഴന്നു വരുമ്പോൾ വറുത്തു മാറ്റിയ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒപ്പം വേകാൻ വേണ്ടി ആവശ്യത്തിന് ചൂടുവെള്ളവും കൂടെ ചേർത്ത് ഇളക്കി ചിക്കൻ മൂടി വയ്ക്കാം. ചിക്കൻ വെന്ത് വരുമ്പോഴേക്കും റൈസ് വേവിച്ചെടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ അരി എൻ്റെ കയ്യിലുള്ള കപ്പിന് 2 കപ്പ് എടുത്തു. 1-2 തവണ നല്ലതുപോലെ കഴുകിയ ശേഷം അരി ഞാൻ വെള്ളത്തിൽ തന്നെ ഇട്ടു. ശേഷം വേകാനായി 5 കപ്പ് വെള്ളം വയ്ക്കാം. വെള്ളം തിളയ്ക്കാൻ എടുക്കുന്ന 20 മിനിറ്റോളം മാത്രമേ അരി വെള്ളത്തിൽ ഇട്ടിട്ടുള്ളൂ. തിളച്ചു വന്ന വെള്ളത്തിലേക്ക് ബിരിയാണി മസാല, ബിരിയാണി കൂട്ട്, ആവശ്യത്തിന് ഉപ്പ്, അരനാരങ്ങയോളം നീര് എന്നിവ ചേർത്ത് അരി വേവിക്കാം. ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് വേണ്ട പാകമാകും. ബിരിയാണിക്കുള്ള റൈസ് ഏകദേശം 80% മാത്രം വെന്താൽ മതിയാകും. ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ ഇപ്പോൾ ഗ്രേവിയൊക്കെ പാകത്തിനായിട്ടുണ്ട്. ഇനി ബിരിയാണി സെറ്റ് ചെയ്യാനുള്ള നേരമാണ്. ചുവട് കട്ടിയുള്ള നല്ല ചരുവമോ ബിരിയാണി പോട്ടോ എടുക്കാം. നെയ്യ് നല്ലവണ്ണം തൂവി വെന്ത് വന്ന അരി കോരി മാറ്റി ചരുവത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ 2 ലെയറായി മാത്രം സെറ്റ് ചെയ്യാനുള്ള അരിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം അരി ഇട്ടു. അതിന് മുകളിലേക്ക് വറുത്ത് വെച്ച സബോളയും കിസ്മിസും ചേർത്ത് ചിക്കനും ഗ്രേവിയും കൂടെ ചേർക്കുക. അതിന് മുകളിലേക്ക് ബാലൻസ് ഇടുന്ന റൈസും കൂടെ ചേർക്കാം. ഏറ്റവും ടോപ്പിലായി വീണ്ടും വറുത്ത് വെച്ച സബോള, കശുവണ്ടി, മുന്തിരി എന്നിവ ആഡ് ചെയ്യാം. ഞാനിവിടെ ഫ്ലേവറിനായി പൈനാപ്പിൾ എസൻസ് ആണ് ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം മതി. ഒപ്പം കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കി ഇതിന് മുകളിൽ തൂവിക്കൊടുക്കാം. അവസാനമായി മല്ലിയില അരിഞ്ഞതും കൂടെ അതിന് മുകളിൽ വിതറി കൊടുക്കാം. നെയ്യ് ആവശ്യത്തിന് ഇനിയും തൂവി കൊടുക്കണം. അതിനുശേഷം ദം ചെയ്യുന്നതിനായി ഫോയിൽ പേപ്പർ ഉപയോഗിക്കാം. ഞാനിവിടെ നല്ലൊരു അടപ്പ് തന്നെ വെച്ച് മൂടുന്നുണ്ട്. ഒപ്പം ഒരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കനലും കൂടെ ഇട്ട ശേഷം ഒരു 20 മിനിറ്റ് മാക്സിമം വെച്ച് കൊടുക്കാം. ശേഷം എപ്പോൾ വേണമെങ്കിലും ദം പൊട്ടിക്കാം.
ഇതുവരെ ബിരിയാണി ഉണ്ടാക്കി നോക്കാത്തവരായിട്ടുള്ളവർ ഇത് കണ്ട് വേഗം ബിരിയാണി ചെയ്ത് നോക്കിക്കോളൂ. താങ്ക്